മെയ് 7-ന് സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് നടത്തുവാനിരിക്കുന്ന കോൺക്ലേവിന്റെ വിജയത്തിനു വേണ്ടിയും ഇന്നത്തെ വെല്ലുവിളി നിറഞ്ഞ ലോകത്തിൽ ചൈതന്യവും ചാലകശക്തിയും നിറഞ്ഞ വലിയ ഇടയനെ തിരഞ്ഞെടുക്കുവാനുള്ള കൃപയാചിച്ചും കർദിനാളായ റൈമണ്ട് ലിയോ ബ്യൂക്ക് രചിച്ച നൊവേന പ്രാർത്ഥനാ യജ്ഞം കോൺക്ലേവിന് 2 ദിവസം മുൻപ് അവസാനിക്കും. പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിന് ദൈവിക ഇടപെടലുകൾ നടക്കുവാൻ ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയും പ്രാർത്ഥനയും യാചിച്ചുകൊണ്ട് വിവിധ ഭാഷകളിൽ ഈ നൊവേന പ്രാർത്ഥന പുറത്തിറക്കിയിട്ടുണ്ട്. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും പുതിയ പാപ്പയെയും ആഗോള കത്തോലിക്ക സഭയുടെ ആവശ്യങ്ങളിൽ പാപ്പയെ സഹായിക്കുവാനുള്ള തിരുസംഘത്തെയും തിരഞ്ഞെടുക്കുവാൻ ചുമതലയുള്ള കർദിനാൾ സംഘത്തിനു വേണ്ടിയും പ്രാർത്ഥനകൾ നടത്തണമെന്നും കർദിനാൾ ബ്യൂക്ക് ആഹ്വാനം ചെയ്തു. അതേസമയം കസഖസ്ഥാനിലെ ആസ്ഥാന അതിരൂപതയിലെ സഹായമെത്രാനായ ബിഷപ്പ് അത്തനാസിയൂസ് ഷ്നൈഡറും വിശ്വാസികളോട് കോൺക്ലേവിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു. കർദിനാൾ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും ക്രിസ്തുവിന്റെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ജ്വലിക്കുന്ന ഹൃദയവും തീക്ഷ്ണതയുള്ള ആത്മാവും നിറഞ്ഞ ഒരു പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി വിശ്വാസികളായ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് അനുശാസിച്ചു. ഏപ്രിൽ 28 തിങ്കളാഴ്ചയിൽ നടന്ന കർദിനാൾ സംഘത്തിന്റെ 5ാമതുള്ള യോഗത്തോടെയാണ് 2025 മെയ് 7 ബുധനാഴ്ച കോൺക്ലേവ് ആരംഭിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചത്. തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ പോപ്പിന്റെ ആദ്യത്തെ ഉർബി എറ്റ് ഓർബി ആശീർവാദത്തിന് മുൻപായി കോൺക്ലേവ് ഒരുപക്ഷെ ഒന്നിലധികം ദിനങ്ങൾ തുടർന്നു പോകുവാൻ സാധ്യതയുണ്ടെന്ന് സംഘത്തിലുള്ള പല കർദിനാൾമാരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.